ആര്യ, ഏറ്റവും നിർണായകമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. കുടുംബവും അതുപോലെ നാവികസേനയും ലോറി ഉടമ മനാഫും ഒക്കെ പറഞ്ഞ ആ നാവികസേന ലോഹഭാഗങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ആ ഫോക്കസ് പോയിന്റിലാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധൻ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അണ്ടർ വാട്ടർ ക്യാമറയുമായിട്ടാണ് അല്പം മുമ്പ് ഈ ഭാഗത്തേക്ക് ഇറങ്ങിയത്. ഈ ഭാഗത്ത് പരിശോധന നടത്തണമെന്നാണ് കുടുംബത്തിൻ്റെയും ആവശ്യം. കാരണം നേരത്തെ നടത്തിയ പരിശോധനയിൽ ഈ ലോറിയുടെ അർജുൻ്റെ ലോറിയുടെ കയറുകളൊക്കെ കണ്ടിരുന്നു. അപ്പം ആ ഭാഗത്ത് തന്നെ അർജുൻ്റെ ലോറി ഉണ്ടാകും എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ആ ഭാഗത്ത് പരിശോധന നടത്തുന്നത്. രാവിലെ നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 2-3 മണിക്കൂറോളം നടന്ന മുങ്ങൽ വിദഗ്ധരുടെ പരിശോധനയിലാണ് ഒരു ടാങ്കർ ലോറിയുടെ എൻജിൻ കണ്ടെത്തിയത്. ഇപ്പോൾ ആ എൻജിൻ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി അർജുൻ്റെ ലോറിയുടെ അവശേഷങ്ങൾ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേവി മാർക്ക് ചെയ്ത ആ മേഖലയിൽ തന്നെ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഉച്ചഭക്ഷണ സമയത്തിന് ശേഷമാണ് മുങ്ങൽ വിദഗ്ധൻ, അദ്ദേഹം അണ്ടർ വാട്ടർ ക്യാമറയുമായിട്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ വള്ളത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് അദ്ദേഹം മുങ്ങി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടും ആദ്യ ദിവസത്തെ പരിശോധന കഴിഞ്ഞതിന് ശേഷം അർജുൻ്റെ കുടുംബാംഗങ്ങളും ലോറിയുടമയും ഈ ഭാഗത്ത് പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ ടാങ്കർ ലോറിയുടെ എൻജിൻ കണ്ടെത്തിയ ശേഷവും മനാഫ് ആ ഭാഗത്ത് പരിശോധന നടത്തുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഉച്ചതിരിഞ്ഞ് ഈ നേവി മാർക്ക് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം, ഇവിടെ 2 വലിയ പാറകൾ ഉണ്ടെന്ന് രാവിലെ ഇവിടെ 8 മണിയോടെ ഗുജറാത്തിലെ മുങ്ങൽ വിദഗ്ധൻ പരിശോധന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞു ഇവിടെ 2 പാറകൾ ഉണ്ടായിരുന്നു, അത് വലിയ പാറക്കെട്ടുകളാണുള്ളതെന്ന് പറയുന്നു. പക്ഷേ ഈ പാറക്കെട്ടുകൾ എങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ഇതിനകത്തുണ്ട്. കാരണം ഈ മണ്ണ് മാറ്റി പരിശോധന നടത്താനൊക്കെയുള്ള ഒരു സംവിധാനമേ ഈ ഡ്രഡ്ജറിനുള്ളൂ. തന്നെയല്ല, അവിടേക്ക് ആഴം കൂടിയൊരു പ്രദേശമാണ്. അങ്ങനെ ഈ JCB ആണെങ്കിൽ 5 മീറ്റർ താഴത്തിൽ മണ്ണ് മാറ്റി പരിശോധന നടത്താനുള്ള ഒരു സംവിധാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അദ്ദേഹം ഈ അണ്ടർ വാട്ടർ ക്യാമറ മുങ്ങൽ വിദഗ്ധൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വള്ളത്തിലുണ്ടായിരുന്ന ആൾക്ക് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം കയറി വന്നതിന് ശേഷം ആ ക്യാമറയിൽ ദൃശ്യങ്ങളും ഒക്കെ നൽകി വിശദമായി പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും എന്താണ് ഇനി എങ്ങനെയാണ് ഈ ആക്ഷൻ പ്ലാൻ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും ഏറ്റവും നിർണായകമായ പ്രദേശത്ത്, അതായത് ഇവിടെ പരിശോധന നടത്തണമെന്ന് അർജുൻ്റെ കുടുംബാംഗങ്ങളും ലോറിയുടെയും ആവശ്യമുയർത്തിയ നാവികസേന ലോഹാംശമുണ്ടെന്ന് കണ്ടെത്തിയ ആ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. പരിശോധനകൾ തുടരുകയാണ്.